നമസ്കാരം. ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി വലിയ ലീഡ് നേടിയ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഒരാശങ്ക അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിലുയർന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ BNPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇനി എങ്ങനെയാകും ഇന്ത്യയോട് പെരുമാറുക എന്നുള്ളതാണ്. അതായത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിൻ്റെ സർക്കാർ വളരെയധികം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ആ കാലഘട്ടത്തിൽ വളരെ മികച്ച സൗഹാർദ്ദമായിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. പിന്നീട് വന്ന ഇടക്കാല സർക്കാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ തേർവാഴ്ച കണ്ട ആ സർക്കാർ, ആ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണു. അത് രണ്ട് പ്രശ്നങ്ങളാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകി, അതവരെ ചൊടിപ്പിച്ചിരുന്നു. മാത്രമല്ല അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ ഇവിടെ രാഷ്ട്രീയ അഭയം നൽകിയതുകൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി വൻ വേട്ട നടത്തി. കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്ര ബന്ധം പോലും വഷളാക്കിയത്. പുതിയ സർക്കാർ എങ്ങനെയായിരിക്കും ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം രാഷ്ട്രത്തോടായി ആദ്യ അഭിസംബോധന പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തും. മാത്രമല്ല ഈ തൻ്റെ ഭരണത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രമസമാധാന നില അത് സാധാരണ രീതിയിലാക്കുക, സമാധാനം കൊണ്ടുവരിക, ഈ രാജ്യഭരണ തലത്ത് അഴിമതി അത് തുടച്ചു നീക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ഒരുപോലെ സമത്വത്തോടു കൂടി കഴിയാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു. അത് അങ്ങനെ അല്ലാതാക്കി മാറ്റുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായി. അതായത് 2024 ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ അത് തുടരാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് താരിഖ് റഹ്മാൻ പറയുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഭൂമിയിൽ ബംഗ്ലാദേശ് പൗരനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ മതമോ ജാതിയോ ഒന്നും അവിടെ പ്രശ്നമായി വരുന്നില്ല. എല്ലാവർക്കും തുല്യനീതി ഉറപ്പിക്കും, ക്രമസമാധാനം ഉറപ്പാക്കും, അഴിമതി ഇല്ലാതാക്കും, ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ രാഷ്ട്രത്തോടായി ചെയ്ത അഭിസംബോധനയിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് ഹസീന വിഷയം ഇന്ത്യയുമായിട്ടുള്ള മറ്റ് നയതന്ത്ര ബന്ധത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്, അവരെ ബംഗ്ലാദേശിന് വിട്ടുകിട്ടണമെന്ന് തന്നെയാണ് BNPയും പറയുന്നത്. പക്ഷേ വിട്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യയുമായിട്ടുള്ള മറ്റെല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇന്ത്യ ഒരു വൻകിട രാഷ്ട്രമാണ്. ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്നവർ മണ്ടന്മാരാണ്. അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവ് ബംഗ്ലാദേശിനില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി രമ്യതയിൽ പോകാനാണ് താല്പര്യം. സഹായിക്കാൻ അല്ലെങ്കിൽ സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിലെല്ലാം ഇരു രാജ്യങ്ങളും സഹകരിക്കും. ട്രേഡിൽ, വ്യാപാര രംഗത്ത് സഹകരിക്കും, മറ്റു ചില മേഖലകളിലൊക്കെ സഹകരിക്കും. ബംഗ്ലാദേശിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വച്ചു. ഇതെല്ലാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ്. BNP ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ ആദ്യം വന്നു. പിന്നീട് താരിഖ് റഹ്മാൻ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുകയുമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.